വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താ സക്കീറിന്റെ കോഴിക്കട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിപാടി ഏതുമായിക്കോട്ടെ അന്നമാണല്ലോ നമ്മുടെ ഉന്നം സ്വാഭാവികം. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ മോസ്റ്റ് ഫേവറേറ്റ് ഡിഷായിട്ടുള്ള കപ്പയും കോഴിക്കറിയും തന്നെ ആവാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെ കോഴി കരസ്ഥമാക്കിയിട്ട് അടുത്ത് ഞങ്ങൾ വേച്ച് പിടിച്ചു പോകുന്നത് അസ്ലം സ്റ്റോഴ്സിലേക്കാണ്. ആക്ച്വലി ഈ ഒരു കട ഞങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നത് ഈ കഴിഞ്ഞ ദിവസത്തിലാണ് കേട്ടോ. അതും രാത്രിയിൽ നമ്മൾ സ്ഥിരം പോകുന്ന കടകളൊന്നുമില്ലാത്തപ്പോഴാണ് ഞങ്ങൾ ഈ അപ്പൂപ്പൻ്റെ കടയിൽ വന്ന് കയറിയത്. സത്യം പറയാലോ, ഇവിടുത്തെ കപ്പ ഫാന്റാസ്റ്റിക്. ഞാനിതിങ്ങനെ എടുത്ത് ഊന്നി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കിട്ടില്ല കപ്പ കിട്ടിയിട്ടുള്ളത് വളരെ റയറായിട്ടാണ്. അപ്പോൾ എന്നെപ്പോലെ ഈ ഒരു കട ഇവിടെ ഉള്ള കാര്യം അറിയാത്ത ആരെങ്കിലും പായിപ്പാട് അനിൽത്താനം ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വെച്ച് പിടിച്ച് പൊക്കോളിൻ. സൂപ്പറാണ്. അങ്ങനെ മേടിച്ച സംഗതികളൊക്കെ അതിവിദഗ്ധമായിട്ട് വണ്ടിയിൽ അടുക്കി പെറുക്കി വെച്ച് ഞങ്ങൾ അടുത്തതായിട്ട് വെച്ച് പിടിച്ചു പോയത് നമ്മുടെ ബേക്കറിയിലോട്ടാണ്. അവിടെ എൻ്റെ നെയ് മീറ്റിംഗ് ചലഞ്ചിനുള്ള സ്പെല്ലിങ്ങുകൾക്ക് അനുസൃതമായിട്ടുള്ള സാധനങ്ങൾ തപ്പി പരതിയൊക്കെ എടുത്ത് അവിടെയുള്ള ചേച്ചിമാരും അവശരായി. നമ്മൾ മടങ്ങിയെത്തുന്നതും കാത്തിരിക്കുന്ന ഒരു കൊച്ചു വീട്ടിലിരിപ്പുണ്ടല്ലോ, അടുത്തത് അവൻ്റെ ഊഴാണ്. അവൻ്റെ ഫേവറേറ്റ് മത്തി കുറച്ചങ്ങ് മേടിച്ചു. വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രഥമ ഡ്യൂട്ടി എന്ന് പറയുന്നത് മത്തി വെട്ടൽ. അവൻ ദാ ഹാപ്പി ആയിട്ട് കുത്തിരുന്ന് കഴിക്കുന്നു. അങ്ങനെ നമ്മുടെ ചെറുക്കനെ ഹാപ്പി ആക്കി ഇരുത്തിയതിനു ശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ് മീറ്റിംഗ് ചലഞ്ചിനുള്ള സാധനങ്ങൾ അടുക്കി പെറുക്കി ഒരുക്കിയെടുത്ത് നമ്മുടെ ലൊക്കേഷനിലോട്ട് വെച്ച് പിടിക്കുക എന്നുള്ളതാണ്. അന്ന് ഞങ്ങൾ നെയ് മീറ്റിംഗ് ചലഞ്ചിന് സ്പെഷ്യലായിട്ട് ഞങ്ങൾ തന്നെയാണല്ലോ കഴിച്ചത്. നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഇല്ലാത്തവർ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പോവുകയാണ്. നമ്മളുടെ ഒരു കമ്പാനിയനായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ചിഡു കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് ചിഡുവിനെ പറ്റി ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല എന്നറിയാം. എന്നാലും അറിയാതെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലോ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടൊന്ന് പറഞ്ഞതാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലോട്ട് എത്തുകയാണ്. ഏറെക്കുറെ എത്തുന്നു. അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിഡുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ലൊക്കേഷനൊക്കെ ഒന്ന് വീക്ഷിക്കും. അതെല്ലാം വീക്ഷിച്ച് കഴിഞ്ഞിട്ട് അംഗം തുടങ്ങട്ടെ എന്ന് പറഞ്ഞ സൈഡിൽ കുത്തിരിപ്പുണ്ടാവും. ഞാൻ കഴിക്കും, എനിക്ക് ചിക്കൻ ഞാൻ വെട്ടിയാൽ മതി, എവിടെ ഇറുക്. അങ്ങനെ പ്രമാദമായ ഞങ്ങളുടെ കുക്കിങ്ങിനൊടുവിൽ ചിക്കൻ തിളച്ച് മുറിയാണ് സുഹൃത്തുക്കളെ. ആയുധം കണ്ട ആരും ഭയപ്പെടണ്ട. നമുക്ക് ആ കപ്പയും ചിക്കനും ഒന്ന് ആസ്വദിച്ച് കഴിക്കാനായിട്ടൊരു പൊള്ളപ്പൻ വാഴല വേണം. അപ്പോൾ അതും തേടി ഉന്നം പിടിച്ച് പറമ്പിൽ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് മാത്യൂസ്. അങ്ങനെ ഒടുവിൽ നമ്മുടെ തേടലിനൊടുവിൽ കണ്ടെത്തിരിക്കുകയാണ് ഒരൊറ്റ വെട്ടിന് വാഴലഡ്യം. എന്തുട്ടാ മാത്തിൻ്റെ സെറ്റപ്പ് ഇല്ലേ. ഇങ്ങനെ മാത്തിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ കണ്ടിട്ട് ദ്രുതങ്ക പുളികതയായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു യുവതിയെ നിങ്ങൾക്ക് കാണാം. ആരാണത്? ഞാനാണത്. അങ്ങനെ നമ്മുടെ ആഗ്രഹ സാക്ഷാത്കരണ പൂർത്തീകരണത്തിനൊടുവിൽ നമ്മൾ വാഴല കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് നല്ല പോലെ വെള്ളമൊക്കെ തിളച്ച് കുളിപ്പിച്ച് മിണകിയെടുത്ത് നമ്മൾ അംഗത്തിന് ഉറങ്ങിയിരിക്കുകയാണ്. ആ വാഴയിലോട്ട് ആ കപ്പ വന്ന് വീണ് കിടക്കണ കട്ടപ്പ് കണ്ടീന് അറിയാലോ അത് എത്രത്തോളം സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാന്ന്. ചിലപ്പോൾ എല്ലാവർക്കും ഇത്ര ജ്യൂസി ആയിട്ടുള്ള കപ്പ പിടിക്കണമെന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ജ്യൂസി ആയിട്ടിരിക്കുന്ന കപ്പയിലോട്ട് കണ്ടോ ഇങ്ങനെ ചിക്കൻ കറി ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നതാണ് കേട്ടോ പ്രിയം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നന്നായിട്ട് ആവി പറക്കുന്നുണ്ട്. പക്ഷെ തീറ്റയുടെ ഇടയിലേക്ക് എന്ത് ആവി എന്ത് ചൂട്. ഞങ്ങൾ രണ്ടുപേരും ആസ്വദിച്ച് കുഴച്ച് ഉരുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയാതിരിക്കാൻ പറ്റില്ല, കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും വായയിൽ ഇങ്ങനെ വെള്ളം മുറിക്കൊണ്ടിരിക്കുകയാണ്. പറയുമ്പോൾ അക്ഷരം തെറ്റുന്നു. അതിൻ്റെ ഇടയിൽ മാത്തി ഇങ്ങനെ ലെഗ് പീസൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആസ്വദിച്ച് കഴിക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ചൊരല്പ വിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ പറമ്പിലോട്ട് തീ ഇടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോറി ഗൈസ്, കഴിച്ചു കഴിഞ്ഞിട്ട് ഇലയൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് മറന്നുപോയി. പിന്നെ ഈ കത്തി ജോലിച്ച് നല്ല ഓറഞ്ച് മയത്തിൽ നിൽക്കുന്ന സൂര്യനെ കാണുമ്പോൾ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം നിങ്ങളോട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എനിക്ക് ബീച്ചിൽ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ രാവിലെ ഒരു ചെറിയൊരു മഴക്കൂള് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ സൺസെറ്റിന് വലിയ ഓറഞ്ച് മയം വരാനുള്ള സാധ്യതയില്ല. എൻ്റെ ഒരു ഒട്ടക്കത്തെ നിരീക്ഷണ പാഠവും നമ്മൾ പറയില്ലേ, ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയിന്ന്. അങ്ങനെ പണി പാളി ഗൈസ്. അങ്ങനെ ആ സങ്കടമൊക്കെ അയവിറക്കി കൈ കിട്ടുന്നതെല്ലാം തീയലോട്ടിട്ട് തീ അങ്ങനെ ഓളി കത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കാഴ്ച ഞാൻ കണ്ടത്. നിങ്ങളും കണ്ടോളേ. ഇവനാണ് നമ്മുടെ ചിഡുവിൻ്റെ പ്രധാന നൻപൻ. ഇവൻ്റെ കൂടെ ആയിരിക്കും മിക്കവാറും അവൻ. പിന്നെ വേറെ ആൾക്കാരുണ്ട്, നിങ്ങൾ മറ്റു ഗിബ്ലിയിൽ കണ്ടല്ലോ. പക്ഷെ ഇവന് നമ്മളെ അത്ര പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. കണ്ടില്ലേ തിരഞ്ഞ കുണ്ടിയും കൊലികയുള്ള പോക്ക്.
പിന്നെ അവനെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്ന് നമ്മുടെ ജോലിയിലോട്ട് മുഴുകി. അവിടെ കുറേ ഉണങ്ങിയ പട്ടകളും അതും ഇതൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പറമ്പിലൊക്കെ നടന്ന് അതെല്ലാം വലിച്ച് പറിച്ച് കൊണ്ടുവന്ന് ഓരോന്നായിട്ടിട്ടിട്ട് ഇങ്ങനെ തീ പിടിപ്പിക്കായിരുന്നു. ആ തീ വലിയ വേസ്റ്റൊന്നും ഇല്ലായിരുന്നു, പക്ഷെ തീ ഇങ്ങനെ ആളിക്കത്തുന്ന കാണുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖം. പിന്നെ ഞാൻ വീണ്ടും 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 ഓരോരോ പട്ടകളായിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ മേളിലൂടെ ഇട്ട് കത്തിച്ച് അങ്ങ് ആത്മനിർവൃതി അടയുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തോണ്ടിരിക്കുന്നില്ല അവൻ നമ്മുടെ ചിടു. പിന്നെ പോയി അവനെ എടുത്തുകൊണ്ട് വന്ന് പതുക്കെ തീയേലൊട്ടൊക്കെ കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ ദിവസം ഞാൻ മിന്നൽ പരിചയപ്പെടുത്ത പോലെ എല്ലാത്തിനോടും അവൻ ഇണങ്ങണല്ലോ. പക്ഷെ അവന് പേടിയായതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടോ. അങ്ങനെ ഞങ്ങൾ അവനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ടൈമിൽ അമ്മച്ചി വന്നു. അമ്മച്ചി പിന്നെ അവനെ താലോലിക്കുകയായിരുന്നു. കൊച്ചിന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടില്ലേ. എന്തോ എല്ലാവർക്കും ഇഷ്ടമാണ് ചിടുവിനെ.